മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടോ? ഇത് നമ്മളോടൊക്കെ പറയുന്ന ഹദീസാണ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടോ? ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഖൈർ മാത്രം പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോ. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ നജാഹ്, എന്താണ് നബിയെ വിജയം? എവിടെന്നാ നബിയെ വിജയം കിട്ടുന്നത്? എങ്ങനെയാണ് നബിയെ രക്ഷപ്പെടുക? എങ്ങനെയാണ് നബിയെ നാളെ രക്ഷപ്പെടുക? അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു, മൻ നജാത്ത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു നബിയെ. എന്താ പറഞ്ഞത്? അംസിക അലൈക ലിസാനക, നാവ് നീ പിടിച്ചു വെച്ചോ. ഹക്കിൽ സംസാരിച്ചാൽ മതി, ഹക്ക് പറഞ്ഞാൽ മതി, നാവ് പിടിച്ചു വെച്ചോ. അതാണും പെണ്ണും, ഭാര്യയും ഭർത്താവും, കുടുംബക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും, സുഹൃത്തുക്കൾ, കമ്പനിക്കാർ, കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ്. അംസിക അലൈക ലിസാനക, ഉപകാരപ്പെടുന്നതും ഹലാലും നന്മയും പറഞ്ഞാൽ മതി. വല്യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിലിരുന്നോ, പുറത്തിറങ്ങിയ ഫിത്നയും ഫസാദാവും. വബ്കി അലാ ഖതീഅതിക, നീ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നീ കരഞ്ഞോ. അതാണ്, നീ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നീ കരഞ്ഞോ, നീ നിന്റെ വീട്ടിലിരുന്നോ. പുറത്തിറങ്ങിയ ഫിത്നയാണെങ്കിൽ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങണ്ട. പിന്നെ അംസിക അലൈക ലിസാനക, നാവ് പിടിച്ചു വെച്ചോ. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു ഉപദേശമല്ലേ? അല്ലമഹുൽ ബയാൻ, നാവിനെ സംസാരിക്കാൻ കഴിവ് കൊടുത്ത പടച്ചതമ്പുരാനോട് നാവിന് ചെയ്യാനുള്ള ശുക്ർ അതാണ്. എല്ലാ ദിവസവും നേരം വെളുത്താൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും കടന്നു വറക്കുന്ന, നേരം വെളുത്താൽ എല്ലാ കൈയും കാലും കണ്ണും ചെവിയും നാവല്ലാത്ത മുഴുവൻ അവയവങ്ങളും കടന്നു വറക്കും. തഹ്തസു, വിറക്കുന്നാണ്. എന്നിട്ട് പറയും, നാവിനോട് പറയും, നാവേ ഇത്തഖില്ലാഹ ഫീനാ കുല്ലുഹാ തുദക്കിറുൽ ലിസാൻ, നാവിനോട് പറയുന്നുണ്ട്, നാവേ ഇന്ന് ഞങ്ങളെ വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിക്കുന്നവേ. നീ നല്ല നിലക്ക് നേരായിട്ട് നിന്നാൽ ഞങ്ങളൊക്കെ നേരെയാണ്. നാവേ നിനക്ക് വളവ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വളയും കേട്ടോ. അതുകൊണ്ട് നാവേ നീ ഞങ്ങളെ അള്ളാഹനെ വിചാരിച്ച് നല്ലത് പറ. ഇന്നത്തെ ദിവസം ഫിത്നയും ഫസാദും പറഞ്ഞുണ്ടാക്കില്ല എന്ന് ഓരോ ദിവസവും ശരീരത്തിന്റെ അവയവങ്ങൾ നാവിനോട് പറയുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സംഭവങ്ങളുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുനിന്ന് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഭയങ്കര തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന ഒരു രംഗം അല്ലാമ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, അവിടെ പല ചർച്ച നടക്കുന്നുണ്ട്. അഹ്നഫ് ഇബ്നു ഖൈസ് നിങ്ങൾ മിണ്ടാതിരിക്കാൻ. ഈ അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന് പറയുന്നവർ വലിയ മഹാനാണ്. അദ്ദേഹം ഹാത്തിമുൽ അസ്മർ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന ഈ ക്ഷമ പഠിച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞു, മിൻ ശൈഖി ഹാത്തിമിൽ അഹ്നഫ് ഇബ്നു ഖൈസ്, അഹ്നഫ് ഇബ്നു ഖൈസിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചത്. എന്തേ? അദ്ദേഹം ഒന്നൊരിക്കൽ ദർസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ മകൻ നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നിരിക്കുന്നു. സ്വന്തം ജ്യേഷ്ഠന്റെ മകൻ നിങ്ങളുടെ കുഞ്ഞിനെ കുത്തിമലർത്തി കൊല ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ലഖദ് അഖല്ല അദദ വഖത്തഅ റഹിമ, കുടുംബബന്ധം അവൻ മുറിച്ചു, എന്റെ വീട്ടിലെ അംഗത്തെ അവൻ കുറച്ചു. ഖല്ലല അദദ ഫഇന്നി ഗഫർതു ദഊഹു ഫഇന്നി ഗഫർതു ലഹു, എന്റെ കുഞ്ഞിനെ കൊന്നു, എന്റെ കുടുംബ ബന്ധം തകർത്തു, അല്ലാഹുവിനെ ദേഷ്യപ്പെടുത്തി, എന്റെ കുടുംബത്തിലെ ഒരു അംഗം കുറഞ്ഞുപോയി. ഇതൊക്കെ അവൻ ചെയ്തല്ലേ എന്റെ സഹോദരന്റെ മകൻ. അവനെ വിട്ടേക്കിൻ ഫഇന്നി ഗഫർതു ലഹു, ഞാൻ അവനെ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞ മഹാനാണ് നമ്മൾ ഈ പറയുന്ന അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മുആവിയ തങ്ങൾ പല ചർച്ച, എന്നൊക്കെ ഭരണസംബന്ധമായ പല വിഷയങ്ങളും നടന്ന കാലമാണ്. സ്വഹാബത്തിനിടയിൽ തന്നെ ചില ഡിസ്പ്യൂട്ടുകളൊക്കെ നടന്ന കാലം, ഇജ്തിഹാദിന്റെ ചില വിഷയങ്ങൾ സംഭവിച്ച കാലമാണ്. അപ്പോ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നപ്പോ മുആവിയ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അഖ്ശല്ലാഹ ഇൻ കദബ്ത, ഞാൻ നുണ പറയാണെങ്കിൽ എനിക്ക് അള്ളാനെ പേടിക്കണം. വഖ്ശാക ഇൻ സദഖത, ഞാൻ പറയണത് സത്യമാണെങ്കിൽ എനിക്ക് നിങ്ങളെയും പേടിക്കണം. അതുകൊണ്ട് ഞാൻ മിണ്ടാതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. വിയോജിപ്പുണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാകും, അങ്ങനെയാണ്.
മിണ്ടാതിരിക്കലാണ് മനുഷ്യൻ ഒരിക്കലും പറഞ്ഞ ഒരു വാക്കിനെ പറ്റി സങ്കടപ്പെടേണ്ടി വരില്ല. മിണ്ടാതിരുന്ന ഒരു സംഭവത്തെ പറ്റി സങ്കടപ്പെടേണ്ടി വരില്ല. പടച്ചോനെ ഇന്ന നാലവൻ ചീത്തറുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പിന്നീട് സങ്കടപ്പെടൂല. പക്ഷേ എങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇടക്കിടക്ക് കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരുടെ വീടുകൾ തമ്മിൽ. ഞങ്ങളാ ഉഷാറെന്ന് ഭാര്യയുടെ വീട്ടുകാർക്കും തോന്നും, ഞങ്ങൾക്ക് എന്താ കുറവെന്ന് ഭർത്താവിന്റെ വീട്ടുകാർക്കും തോന്നും. അങ്ങോട്ടും പറയാൻ നിൽക്കണ്ട, മിണ്ടാതിരിക്കുക. ദേഷ്യം വന്ന നാവിൽ പിടിച്ചു ഇതിലും വലിയൊരു മരുന്നില്ല. മിണ്ടാതിരിക്കുക, മിണ്ടുന്നില്ല. ദേഷ്യം പിടിച്ച പിന്നെ മൂപ്പരൊന്നും മിണ്ടൂല. ഇങ്ങനെ നമ്മളെ പറ്റി പറയപ്പെടണം. ഇതാണ് മൂപ്പര ശൈലി. ഇത് നമ്മളെ പറ്റി പറയപ്പെടണം. നമ്മൾ നാവ് അനക്കിയോ ദേഷ്യപ്പെടുന്ന സമയത്ത് പിശാച് നമ്മളെ കൊണ്ടാണ് പറയിപ്പിക്കുന്ന. ആ പറഞ്ഞ വാക്കുകൾ മതിയാകും നരകത്തിലേക്ക് പോകാൻ. ചില വാക്കുകൾ മതി. നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൊണ്ട് നരകത്തേക്ക് അധിക ആളുകളും പോകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ വാക്കിനെ പറ്റി സങ്കടപ്പെടേണ്ടി വരും, പറയാത്തതിനെ പറ്റി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അങ്ങനെയല്ലേ സംഭവിക്കുക.